ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ ഇവിടെ നമ്മൾക്ക് മഴയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ തവള ഭയങ്കരമായിട്ട് കരയണ ശബ്ദമുണ്ട്. ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത്, ഞാൻ രാവിലെ സമയത്താണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. പക്ഷേ രാവിലെയൊക്കെ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. തവള നന്നായിട്ട് കരയുന്നുണ്ട്. അപ്പോൾ ഈ വോയിസ് ഓവറിലെല്ലാം ആ ഒരു ശബ്ദം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ചൂടൊക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് റിച്ചാർഡ് കൊണ്ട് എത്തിയിട്ടില്ലായിരുന്നു, ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതായാലും ഞങ്ങൾ മൂന്നാൾ കഴിച്ച് പുട്ടും പരിപ്പ് കറിയൊക്കെ കഴിച്ച്. അതിനുശേഷം നമ്മളുടെ പാത്രം കഴുകൽ, എല്ലാ പാത്രങ്ങളും കൂടിയിട്ട് കൂട്ടിയിടാതെ നിവർത്തിയില്ല എനിക്ക്. കാരണം നമ്മൾ വീഡിയോ എടുക്കണോണ്ടാണ് പാത്രങ്ങൾ കൂട്ടിയിടുന്നത്. നിങ്ങളൊരിക്കലും പാത്രങ്ങൾ കൂട്ടിയിടരുത്. ഓരോ സാധനങ്ങൾ എടുക്കുമ്പോൾ അത് തിരിച്ച് അപ്പോൾ തന്നെ കഴുകി അങ്ങോട്ട് വെക്കുക. അപ്പോൾ കുക്കിങ്ങും നമ്മളുടെ പാത്രം കഴുകലും എല്ലാം ഒന്നിച്ച് തീരുവട്ടെ. എനിക്ക് അങ്ങനെ ചെയ്യാനാണ് ഇഷ്ടം. പക്ഷേ ഇപ്പം എനിക്കങ്ങനെ ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ ഈ വീഡിയോകളൊക്കെ എടുത്തു വെച്ചിട്ട് കുറേ ദിവസങ്ങളൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ എനിക്ക് പ്രോപ്പറായിട്ട് ഇപ്പോൾ വീഡിയോ ഇടാൻ പറ്റണില്ല. കാരണം നമ്മളുടെ വീട്ടിൽ നല്ല ബിസി ടൈമാണ് കേട്ടോ. അപ്പോൾ അത് എന്തൊക്കെയാണ് തിരക്കുകളെന്നൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. അത് ഇപ്പം ഇതിലൂടെ ഞാൻ പറയുന്നില്ല. അപ്പോൾ ആ ഒരു തിരക്കിൻ്റെ ഇടയിൽ നമുക്ക് കൂടുതൽ കുക്ക് ചെയ്യാനും ഒന്നും ഇപ്പം നേരമില്ല. അതുകൊണ്ടാണ് നിങ്ങൾ കണ്ട് മടുക്കുന്ന ഈ ചിക്കൻ മന്തി തന്നെ ഞാൻ ചെയ്യുന്നത്. ചിക്കൻ മന്തി റോജറിനും റിച്ചാർഡിനും ഭയങ്കര ഇഷ്ടമാണ്. ബിരിയാണി വെക്കുന്നതിനേലും ഇഷ്ടം അവർക്ക് ചിക്കൻ മന്തി വെക്കുന്നതാണ്. എനിക്കാണെന്നുണ്ടെങ്കിൽ ബിരിയാണി വെക്കുന്നതിനേക്കാളും ഒരു 1/4 ഭാഗം പണിയേ ഉള്ളൂ. ബിരിയാണി വെക്കുമ്പോൾ നമ്മൾ സവാള കുറേ ക്ലീൻ ചെയ്തെടുക്കാനും കട്ട് ചെയ്ത് വറുത്തും കുറച്ച് കോരി മാറ്റി പിന്നെ വഴറ്റി അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നേരെ ഒത്തിരി പോകും. നമ്മൾക്ക് ഈ ചൂട് സമയത്തൊക്കെ കിച്ചണിൽ കുറേയധികം നേരം സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഇതാകുമ്പോൾ അങ്ങനെയുള്ള ഒരു പ്രോബ്ലം ഇല്ല. സവാള എന്ന് പറഞ്ഞ സാധനം ഇതിന് വേണ്ട, സവാള അരിയും വേണ്ട, വഴറ്റിയും വേണ്ട, ഒന്നും വേണ്ട. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യമാണ് ചിക്കൻ മന്തി. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത്. അവർക്കാണെങ്കിലും കൂടുതൽ ഇഷ്ടം ചിക്കൻ മന്തി തന്നെയാണ്. അപ്പോൾ വേഗം നമ്മൾക്ക് ഇത്തിരി വെള്ളം അളന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിളക്കുന്ന സമയം മതി. പിന്നെ ആ ചിക്കനൊന്നും അങ്ങോട്ട് എടുത്തിടുക. ഇത്തിരി മുഴുവൻ മസാലയും ഇട്ട് വെളുത്തുള്ളി, പച്ചമുളകും, നാരങ്ങ ഇടുന്നുണ്ടെങ്കിൽ അതുകൂടി ഇട്ട് കൊടുക്കണം കേട്ടോ, ഉണക്ക നാരങ്ങ. എന്നിട്ട് പിന്നെ നമ്മൾ ഈ മീനിൻ്റെ മസാല പോലെ തന്നെ ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഇത്തിരി ഗരം മസാലയാണ് ചേർക്കുന്നത്. പിന്നെ ഇത്തിരി ഓയിലും കൂടി ചേർത്തിട്ട് ഈ ചിക്കൻ 1/4 വേവാകുമ്പോഴത്തേക്കും ആ വെളുത്തുള്ളിയും ചിക്കനും കൂടി, മറ്റുള്ള മസാലകളൊന്നും കോരണ്ട, വെളുത്തുള്ളിയും ചിക്കനും കൂടി കോരി ഇതിനകത്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് അതൊന്ന് കുറച്ച് എണ്ണ, ഒരുവിധം കൂടുതൽ ഇത്തിരി എണ്ണ ഒഴിക്കണം. കാരണം ഈ റൈസിലേക്ക് നമ്മൾ ആ എണ്ണ കൂടിയിട്ട് ഒഴിക്കണം. അപ്പോഴാണ് റൈസിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇത്തിരി കൂടുതൽ എണ്ണയായാലും കുഴപ്പമില്ല. അത് നമ്മൾ ഇതിനകത്തേക്ക് വേറെ എണ്ണകളൊന്നും ഈ റൈസിൽ ചേർക്കാത്തതുകൊണ്ട് ഇത്തിരി എണ്ണ അങ്ങനെ ചേർക്കണം. അപ്പോൾ അത് കോരി മാറ്റി ആ മസാലയുടെ അകത്തേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ അരിയും കഴുകിയിട്ട് ഇത്തിരി ക്യാരറ്റും ഒക്കെ അരിഞ്ഞിട്ട് അതും കൂടി ഇട്ട് അതവിടെ മൂടി വെച്ചിട്ട് ആ വെള്ളം കറക്റ്റ് ആയിരിക്കണമെന്ന് മാത്രം കേട്ടോ. 1 കപ്പ് അരിക്ക് 2.5 കപ്പ് വരെ വെള്ളം കൊടുക്കാം. കാരണം ചിക്കനിട്ട് വേവിക്കുന്ന സമയത്ത് ഇത്തിരി വെള്ളം വറ്റൂല. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അത്രയും ശ്രദ്ധിച്ചാൽ മതി. ആദ്യം തിളച്ച് കഴിഞ്ഞാൽ സിമ്മിലിട്ട് വെക്കണമെന്നേ ഉള്ളൂ. റൈസ് അല്ലെന്നുണ്ടെങ്കിൽ വേഗാതെ വെള്ളം വറ്റിപ്പോവും. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞ് അതവിടെ സാവധാനം ഇരുന്ന് വെന്തോളും. പിന്നെ നമ്മൾ ആ മാരിനേറ്റ് ചെയ്തതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് അതവിടെ മൂടി വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. മൂടി തുറന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ വല്ലാതെ ഡ്രൈ ആയി പോകും. അപ്പോൾ ഇത്തിരി ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ അന്നേ ഫ്രൈ ആയി കിട്ടുകയും ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മൂടി വെച്ചിട്ട് ഫ്രൈ ചെയ്യണത്. അപ്പോൾ ഇത്രയുള്ള ഇടയ്ക്ക് ഇതൊന്നും ഇങ്ങനെ ഇളക്കിയിട്ട് കൊടുത്താൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഇത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്താണ് എൻ്റെ ഫ്രണ്ട് ശ്രീദേവി വിളിച്ചത്. പുള്ളിക്കാരത്തിയുടെ അമ്മ മരിച്ചു പോയി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കുറേ അധികം പ്രായമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നതായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ശ്രീദേവി എന്നെ വിളിച്ചിട്ട് അമ്മയുടെ വിശേഷങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ ആ ഒരു കാര്യം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതാണ്. അപ്പോൾ അങ്ങനെ മരിച്ചത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അതിന് പോകണം. പിന്നെ അത് വൈകുന്നേരമാണ്. അപ്പോൾ ഏകദേശം എൻ്റെ ഈ ജോലികളെല്ലാം തീർന്നതിന് ശേഷമായിരുന്നു മരിപ്പിൻ്റെ കാര്യം അറിഞ്ഞത്. അപ്പോൾ അത് ഒരു 4 മണിയാകുമ്പോഴത്തേക്കുമാണ് അതിൻ്റെ ഫ്യൂണറൽ. അതിന് മുന്നായിട്ട് നമ്മളവിടെ എത്തിയാൽ മതി, മരടിൽ പോകണം. അപ്പോൾ അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും ഭക്ഷണമൊക്കെ കൊടുക്കണം, എന്നിട്ട് വേണം പോകാനായിട്ട്. പക്ഷേ എനിക്ക് പറ്റിയൊരു അബദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മീനും മേടിച്ച് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ചെമ്മീൻ അപ്പോൾ ഇത് ക്ലീൻ ചെയ്യാതെ ഫ്രിഡ്ജിലേക്ക് വെക്കാനും പറ്റില്ല. കാരണം ഞാൻ റോജറിന് കുറച്ച് മീൻ വറ്റിച്ച് കൊടുത്തു വിടണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അവന് ഭയങ്കര ഇഷ്ടമാണത്. ബാംഗ്ലൂരൊക്കെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും മീൻ കഴിക്കാൻ കൂടുതൽ ഇഷ്ടം തോന്നും. അപ്പോൾ ഇങ്ങനെ വറ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവന് ഇടയ്ക്ക് ഒരു പീസ് എടുത്ത് കഴിക്കാമല്ല. അവനൊരു സാധനം കൊണ്ടുപോകാൻ താല്പര്യമില്ല. ഇനി കൊണ്ടുപോകില്ലെന്ന് പറഞ്ഞാൽ. പക്ഷേ എനിക്ക് ഭയങ്കര വിഷമം, ഒന്നും കൊടുത്തു വിടാൻ എനിക്കൊരു വിഷമം. അപ്പം ഞാൻ ഷാജിനെ വിളിച്ച് മീനിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു.
പക്ഷേ ഷാജി പറഞ്ഞ് മീനില്ല, വറ്റിച്ച് എടുക്കാൻ പറ്റിയ മീനില്ല, ട്യൂണ ആ മീനില്ല എന്ന് പറഞ്ഞ്, കേര എന്നൊക്കെ പറയില്ലേ, അതില്ല. അപ്പം കൊണ്ടുവന്നത് ഈ ചെമ്മീനാണ്. പിന്നെ കുറച്ച് ചാളയുണ്ട്. അപ്പോൾ ചാള എനിക്കിപ്പോൾ കറിയാക്കിയിട്ട് പപ്പ കൊടുക്കണം, കാരണം പപ്പ ചിക്കൻ മതിയൊന്നും കഴിക്കില്ല. ചോറ് ഇരിക്കുന്നുണ്ട്, അതും ചൂടാക്കി എടുത്താൽ മതി, ചോറ് വെക്കണ്ട. ഈ കറി വെക്കാതെ നിവർത്തിയില്ല, പപ്പക്ക് വേറെ കറിയില്ല. അപ്പം ഞാൻ പിന്നെ അതെല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ട് അങ്ങനെ കുറേ നേരം പോയിട്ടുണ്ട്. അപ്പോൾ ചെമ്മീൻ ക്ലീൻ ചെയ്തിട്ട് ഞാൻ വിചാരിച്ചത് ഉപ്പും മഞ്ഞളും ഇത്തിരി വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് വേപ്പിലേക്ക് ഇട്ടിട്ട് ഒന്ന് വറ്റിച്ച് ഫ്രീസറിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ച് അത് ചെമ്മീൻ ക്ലീൻ ചെയ്ത് ഏകദേശം 1.5 കിലോ ചെമ്മീനുണ്ട്, അത് വറ്റിച്ച് എടുക്കുന്നുണ്ട്. പിന്നെ ചാളയും വെട്ടിയെടുത്തിട്ട് അതൊന്ന് തിളപ്പിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അതും അധികമില്ല, അപ്പോൾ അതും വേഗം ഒന്ന് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പപ്പക്ക് ചോറ് കൊടുക്കുക. അപ്പോൾ ചോറ് ഞാൻ കലത്തിൽ ചൂടാക്കാൻ അതങ്ങനെ വെച്ചിട്ടുണ്ട്. ആ കലത്തോടു കൂടി തന്നെ ഞാൻ ഫ്രിഡ്ജിൽ കയറ്റിയിരുന്നാണ് കേട്ടോ ആ ചോറ്. ഈ വീഡിയോൻ്റെ അവസാനം കാണിക്കുന്ന വീഡിയോ ഇതിൻ്റെ തലേ രാത്രി എടുത്ത വീഡിയോ ആയിരുന്നു ഏറ്റവും അവസാനം ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ തലേ രാത്രി ഞങ്ങൾ പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നത്, ഞാനും കുട്ടികൾ. അപ്പോൾ അതുകൊണ്ടാണ് ചോറ് എത്രയും ബാക്കി വന്നത്. അപ്പോൾ ആ ചോറ് കലത്തോടു കൂടി തന്നെ ഞാൻ ഫ്രിഡ്ജിനകത്തേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു, കാരണം ഞങ്ങൾ ഭക്ഷണം കഴിച്ച് വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴേക്കും കുറേ ലേറ്റായി. പിന്നെ കലത്തിൽ നിന്ന് ചോറ് മാറ്റാനും ചെറിയ പാത്രത്തിലേക്ക് ആക്കാനും എന്നുള്ള നേരം ഉണ്ടായിരുന്നു, ഇത്തിരി ടയർഡായിരുന്നു. അങ്ങനെ കലത്തോടു കൂടി തന്നെ ചോറ് ഞാൻ ഫ്രിഡ്ജിലേക്ക് കയറ്റിയതുകൊണ്ട് അത് കലത്തോടു കൂടി തന്നെ ഇറക്കി വെച്ച് ചൂടാക്കാനും സാധിച്ചെന്നുള്ളതാണ് ഏറ്റവും ഒരു സുഖമായിട്ടുള്ളൊരു പരിപാടി. അല്ലെങ്കിൽ നമ്മൾ അതിനകത്തേക്ക് മാറ്റി പിന്നീട് വീണ്ടും കലത്തിലിട്ട് ചൂടാക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ പണി കൂടും. ഇതാകുമ്പോൾ വേഗം കഴിഞ്ഞു. അപ്പോൾ ചെമ്മീനും വറ്റി വന്നിട്ടുണ്ട്. പിന്നെ റൂബിയുടെ ചിക്കനും വേവിക്കാൻ വെച്ചിട്ടുണ്ട്, ചാളക്കറിയും ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഫുഡ് വേഗം കൊടുത്തിട്ട് നമുക്ക് ശ്രീദേവിയുടെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ ഈ ചിക്കൻ മന്തിയുടെ ഇതിൽ നമ്മൾ ഈ പുകയിടുന്ന സമയത്ത് അതിനകത്തേക്ക് ഇത്തിരി പച്ചമുളക് കൂടി കുത്തിവെച്ച് കഴിയുമ്പോഴത്തേക്കും ആ ഒരു പച്ചമുളക് ഇങ്ങനെ ഇരുന്നിട്ട് വാടുന്നൊരു ഫ്ലേവറും കൂടി ചിക്കൻ മന്തിക്ക് കിട്ടും. പക്ഷേ നമ്മൾ കഴിക്കുന്ന സമയത്ത് പച്ചമുളകൊക്കെ എടുത്ത് കളഞ്ഞേക്കണം, പച്ചമുളകിൻ്റെ കൂട്ടത്തിലിടണമെന്നില്ല. പിന്നെ പച്ചമുളകൊക്കെ കടിച്ച് കഴിക്കാൻ ആഗ്രഹമുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ വെച്ച് കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഈ റൈസിൻ്റെ അകത്ത് ഈ പച്ചമുളക് എല്ലാം കൂടി ഒരു ഡിസ്റ്റർബൻസായി മാറും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഇട്ടും വേവിച്ചിട്ടുണ്ടല്ലോ പച്ചമുളക്, അപ്പോൾ എല്ലാ പച്ചമുളകും കൂടി ഇങ്ങനെ കിടക്കണം കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നും ആളുകൾക്ക്. അപ്പോൾ ആ പച്ചമുളകൊക്കെ ഞാനെടുത്ത് മാറ്റോട്ടെ. ഇവിടെ പിള്ളേരാരും പച്ചമുളക് കഴിക്കില്ല, അതിൻ്റെ ഫ്ലേവർ കിട്ടിക്കഴിഞ്ഞാൽ അതെടുത്ത് മാറ്റാം. പിന്നെ ഈ റൈസ് നമ്മൾ ഒരുപാട് അങ്ങോട്ട് വല്ലാതെ തണുത്ത് പോയി കഴിഞ്ഞാൽ റൈസ് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് വരില്ല, ഭയങ്കരമായിട്ട് കട്ട പോലെ ഇരിക്കും. അപ്പോൾ ഏകദേശം ചൂടൊന്ന് ഇരുന്ന് കഴിയുമ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ടിട്ട് പിന്നെ ഒന്ന് മൂടി വെച്ചോ, കുഴപ്പമില്ല. അല്ലാതെ ഏറ്റവും അവസാനം ഒരുവിധം തണുത്ത് പകുതിയിൽ കൂടുതൽ ചൂടാറി കഴിഞ്ഞതിന് ശേഷം അത് ഇളക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഇത്തിരി ഇങ്ങനെ കട്ട പോലെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ഇളക്കിയിട്ടിട്ട് പിന്നെ ഞാൻ മൂടി വെച്ച്, പിന്നെ ഈ സാലഡ്, അറബിക് സാലഡ്, അതും മയണൈസും നിർബന്ധമാണ് റിച്ചാർഡിന്. അപ്പോൾ അറബിക് സാലഡിൽ നമ്മൾ തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി, ചെറിയ ജീരകം, ഉപ്പ് ഇത്രയും മാത്രമേ ചേർക്കുന്നുള്ളൂ, മുളക് പൊടിയൊന്നും ഇടാറില്ല. കാശ്മീരി ചില്ലി പൗഡർ വേണമെന്നുണ്ടെങ്കിൽ ഇടാം, പക്ഷേ അപ്പോൾ വേറൊരു രുചി വരും, കളറ് കിട്ടും, പക്ഷേ വേറൊരു രുചി വരും, അതുകൊണ്ട് ഞാൻ ഇടാറില്ല. പിന്നെ അടുത്തത് ആ ജാറ് തന്നെ കഴുകി എടുത്ത് അതിനകത്തേക്ക് വെളുത്തുള്ളി, കുരുമുളകും ഇത്തിരി വിനാഗിരി ഉപ്പും ചേർത്ത് ആദ്യം ഒന്ന് അടിച്ചതിന് ശേഷം പിന്നെ മുട്ടയും വെണ്ണയും കൂടി ചേർത്തിട്ട് അതും ഒന്ന് അടിച്ചെടുത്ത്. ഇത് കാണുമ്പോൾ ഭയങ്കര എളുപ്പമായിട്ട് തോന്നും, പക്ഷേ ഇത് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര മടിയുള്ളൊരു കാര്യം. കാരണം ഈ മയണൈസ് അടിച്ച അതിനകത്ത് നിന്ന് കുറേ അതിനകത്ത് വേസ്റ്റ് ആയിട്ടിരിക്കും, അതൊക്കെ വടിച്ചെടുക്കണം. പിന്നെ അറബിക് സാലഡ് അതും ചെയ്യണം. അപ്പോൾ രണ്ടിനും കൂടി ഒരു ജാറ് തന്നെ എടുക്കുകയുള്ളൂ, കാരണം ഇത് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ചെയ്യുമ്പോൾ കുഞ്ഞ് ജാറ് തന്നെ വേണം. അപ്പോൾ അത് ഓരോന്ന് കഴിഞ്ഞിട്ട് അത് കഴുകിയിട്ട് എടുക്കണം, അതൊക്കെ ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നും. പിന്നെ ഇത് വടിച്ചൊക്കെ ഇടുമ്പോൾ താഴെ എന്തായാലും ഒരു തുള്ളി 2 തുള്ളി വീഴും. അപ്പോൾ അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ ഒരു കാര്യം ചെയ്യാനായിട്ട്. പക്ഷേ ഇങ്ങനെ ചെയ്യുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര വേഗം ചെയ്യുന്നുണ്ടല്ലോ അങ്ങനെ തോന്നും, പക്ഷേ ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. അങ്ങനത്തെ കഴിക്കാൻ വേണ്ടിയിട്ട് പിള്ളേർക്ക് എടുത്തു വെച്ചപ്പം പപ്പ കഴിക്കാനായിട്ട് ഇരുന്നിട്ടില്ല, കുട്ടികളാണ് ആദ്യം കഴിക്കണം. പപ്പ അവിടെ മാറി അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചൊവ്വാഴ്ചത്തെ വീഡിയോ ആയിരുന്നു കേട്ടോ. ചൊവ്വാഴ്ച പപ്പക്ക് കാലത്ത് പള്ളിയിൽ പോകണം. അപ്പോൾ പള്ളിയിൽ പോയി വന്ന് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ടയർഡാകും ആൾ, കാരണം ഭയങ്കര ചൂടും. പിന്നെ അത് തീരുന്നത് ഏകദേശം 1 മണിയോട് കൂടിയിട്ടാണ് സെയിൻറ്റ് ആൻ്റണീൻ്റെ നൊവേനയൊക്കെ തീരണത്, കുർബാന നൊവേനയൊക്കെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ടയർഡാകും.
അവിടെ നിന്ന് കാലൊക്കെ കഴിച്ച് ചൂടും ഒക്കെ ആയിട്ട് അങ്ങനെ മറിക്കിടക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ചൊവ്വാഴ്ചത്തെ വീഡിയോ ആണ്. ചൊവ്വാഴ്ച കഴിഞ്ഞിട്ട് ബുധനാഴ്ചയാണ് നമ്മുടെ റോജർ പോകുന്ന ദിവസം. അപ്പോൾ ചൊവ്വാഴ്ച ഈ പറഞ്ഞ പോലെ കുറച്ച് മീൻ വറ്റിച്ചൊക്കെ വെക്കാം എന്നൊക്കെ വിചാരിച്ച അതാണ്, ഫ്രീസ് ചെയ്തൊക്കെ വെക്കാമല്ലോ. അപ്പോൾ രാത്രി എടുത്ത് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ പിറ്റേന്ന് അത് നന്നായിട്ട് ഫ്രീസായിട്ടിരിക്കും എന്നൊക്കെ വിചാരിച്ചെങ്കിലും കാര്യം നടന്നില്ല. പിന്നെ വൈകുന്നേരം ഞാൻ പിറ്റേ ദിവസം റോജർ പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞാൽ ഇത്തിരി പഴംപൊരി ഉണ്ടാക്കി തരാം. അപ്പോൾ പപ്പയാണെന്നുണ്ടെങ്കിൽ പള്ളിയിൽ നിന്ന് വന്നപ്പോൾ മേടിച്ചുകൊണ്ട് വന്ന പഴമുള്ളത് ഭയങ്കര വലിയ പഴം കേട്ടോ. അത് ഇത്തിരി പഴുക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും അതൊന്ന് പുഴുങ്ങിയെടുത്ത് ഞാൻ ഒന്ന് ചെറിയ രീതിയിലൊന്ന് പുഴുങ്ങിയെടുത്തു. ഭയങ്കരമായിട്ടില്ല കേട്ടോ, ചെറുതായിട്ടൊന്ന് സ്റ്റീം കയറി ഒന്ന് പതിയൊന്ന് അതിൻ്റെ ഇതായി കഴിഞ്ഞപ്പോഴത്തേക്കും അത് അരിഞ്ഞെടുത്തിട്ട് ഏതായാലും പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ചായയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് പോകേണ്ട സ്ഥലത്തേക്ക് പോകാനായിട്ട്. അപ്പോൾ റോജറിനെ റൂബിനെ ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ പോകാൻ വേണ്ടി നിൽക്കുന്നത്. റോജർ ഉള്ളതുകൊണ്ട് നമ്മൾ ധൈര്യമായിട്ട് പോകാം. അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാനും റിച്ചാർഡ് കൂടി മാത്രമേ പോകേണ്ടി വരുള്ളായിരുന്നു. പപ്പ വരില്ല, പോയിട്ട് കുറച്ച് ലേറ്റ് ആകുമല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും റോജർ ഉള്ളതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് പോയിട്ട് വരാം. അങ്ങനെ പഴംപൊരിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്, പിറ്റേ ദിവസം റോജർ പോകണല്ലേ. അപ്പോൾ അതുകൊണ്ട് അവൻ പോകുന്നെന്ന് മിക്കവാറും വൈകുന്നേരം ഒന്നും കഴിക്കൂല കേട്ടോ. അവന് ഛർദ്ദിക്കാൻ വരുമെന്ന് പറയും ബസ്സിൽ കയറി ഇരിക്കുമ്പോഴേക്കാം. പ്രത്യേകിച്ച് എണ്ണയുള്ളതൊക്കെ ഒന്നും കഴിക്കൂല. പിന്നെ ഡിന്നറിൻ്റെ ഒന്നും കഴിക്കാതെയാണ് പോണത്. ഇവിടെ നിന്ന് പോയിട്ട് ബസ് കുറച്ചങ്ങ് ദൂരേക്ക് എത്തിക്കഴിയുമ്പോൾ അവിടെ എവിടെയോ നിർത്തുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൻ പറയും ഞാൻ അവിടെ നിന്ന് തോന്നലാണെങ്കിൽ എന്തെങ്കിലും പുറത്തുനിന്ന് മേടിച്ച് കഴിക്കാം, പിന്നെ ബസ്സിൽ എന്തോ സ്നാക്സൊക്കെ കൊടുക്കും, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇന്ന് പഴംപൊരി ഉണ്ടാക്കിയിട്ട് അവന് കൊടുക്കാമെന്ന് വെച്ചാൽ അങ്ങനെ പഴംപൊരിയൊക്കെ ഉണ്ടാക്കി. പിന്നെ പപ്പ കാണുന്നുണ്ടെങ്കിൽ പഴംപൊരി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പപ്പക്ക് മാത്രമായിട്ട് ഞാനങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറില്ല. ഇപ്പോൾ രണ്ടുപേരുണ്ട് ഇഷ്ടമുള്ള, റോജറിനും പപ്പക്കും പഴംപൊരി ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ ചേർത്ത് രണ്ടാളും കൂടി കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കി. ഞാൻ റിച്ചാർഡൊന്നും പഴംപൊരി ഇങ്ങനെ കഴിക്കില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ശ്രീദേവിയുടെ അമ്മേനെ കാണാൻ പോണതാണ് കേട്ടോ ഇത് മരടിലേക്ക്. അങ്ങനെ പോയിട്ട് പിന്നെ അവിടെ ഒരു ഏകദേശം 1.5 മണിക്കൂറോളം നമ്മളവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് അവിടെ സമയം കുറച്ചും കൂടി കയറിയിട്ടാണ് ബോഡി എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മളിങ്ങനെ ശ്മശാനത്തിലേക്കൊന്നും പോകൂല, ബോഡി വീട്ടിൽ നിന്ന് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ പിന്നെ നമ്മൾക്ക് ഇങ്ങോട്ട് തിരിച്ചു പോരാം. എനിക്കറിയില്ല അവർ ഇങ്ങനെ സ്ത്രീകൾ ശ്മശാനത്തിലേക്ക് പോകുകയെന്ന് എനിക്കറിയില്ല, ആരും പോയി കണ്ടില്ല. അങ്ങനെ അത്രയും നേരം അവിടെ ഇരുന്നിട്ട് പിന്നെ നമ്മൾ അവരുടെ അടുത്ത് യാത്ര പറഞ്ഞിട്ട് തിരിച്ച് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കാറ് പാർക്ക് ചെയ്ത് ശ്രീദേവിയുടെ വീടിനെ കുറച്ച് അപ്പുറത്തായിരുന്നു, അവിടെ ഒരു ഗ്രൗണ്ടിൽ. അപ്പോൾ അവിടെ നിന്ന് കാർ എടുത്തിട്ട് പോരാണ്. ഇതാണ് ശ്രീദേവിയുടെ വീട് കേട്ടോ. അത് വില്ലയാണ്, 3 വില്ല ഒന്നിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ മരടിൽ. അപ്പോൾ ആ നടുക്ക് കാണുന്ന വില്ലയാണ് ശ്രീദേവിയുടെ. അങ്ങനെ ഞങ്ങൾ അതേ തിരിച്ചു പോന്ന് വീട്ടിലെത്തി. അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ വൈകുന്നേരത്തെ ഈ കാഴ്ചകൾ ഇതിൻ്റെ തലേദിവസം രാത്രി എത്തതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഞാൻ വീഡിയോ അധികം എടുക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചേർത്ത് ഇട്ടത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഡ്രസ്സ് ഇട്ടിട്ട് ഞാനും കുട്ടികളും കൂടി ഒന്ന് ബീച്ചിലേക്ക് പോയതായിരുന്നു. അപ്പോൾ ഈ ഡ്രസ്സ് ഇട്ട് പോയതുകൊണ്ടാണ് പിറ്റേന്ന് രാവിലെ മുതൽ ഈ ഡ്രസ്സ് തന്നെ ഞാൻ എടുത്തിട്ടത് കേട്ടോ. അതാണ് ഞാൻ മന്തിയൊക്കെ ഉണ്ടാക്കിയപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ, അല്ലാതെ മന്തി ഉണ്ടാക്കിയതിന് ശേഷം ആ ഡ്രസ്സിൽ തന്നെ ബീച്ചിൽ പോയതല്ല, ബീച്ചിൽ നമ്മൾ രാത്രി പോയതാണ്. അപ്പോൾ അങ്ങനെ ബീച്ചിൽ പോയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബർഗറൊക്കെ ഞാനും റിച്ചാർഡും കൂടി പോയിട്ട് ബീച്ചിൽ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ റിച്ചാർഡിന് നിർബന്ധം റോജറിനെ കൊണ്ടുപോയിട്ട് അവിടെ കാണിച്ച് അതൊക്കെ മേടിച്ച് കൊടുക്കണമെന്ന് നിർബന്ധം. പിറ്റേന്ന് അവൻ പോകണല്ലേ, പിറ്റേന്ന് സന്ധ്യക്ക് അവൻ ഇറങ്ങും. അപ്പോൾ പിന്നെ പോകാൻ പറ്റില്ല, അതുകൊണ്ട് ഇന്നെങ്കിലും പോകണമെന്ന് പറഞ്ഞിട്ട് നിർബന്ധമായിട്ട് പിടിച്ച് കൊണ്ടുവന്നേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ചോറ് ബാക്കി വന്ന കാര്യം പറഞ്ഞത്. കാരണം നമ്മളിവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ 3 ആളും ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അപ്പക്കും മാത്രമേ ചോറ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും ചോറ് ബാക്കിയുണ്ടായിരുന്നു. അതാണ് പിറ്റേന്ന് രാവിലെ നമ്മൾ മന്തി ഉണ്ടാക്കിയ സമയത്ത് ചൂടാക്കിയെടുത്തതൊക്കെ ആ ചോറാണ്. അപ്പോൾ അങ്ങനെ പിള്ളേർ രണ്ടും വീട്ടിലിരുന്ന ഡ്രസ്സ് തന്നെ ഇട്ടിട്ട് അങ്ങനെ അങ്ങോട്ട് വന്നതാണ് കേട്ടോ. പണ്ട് ഞാനും റയനും റോജറും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ സ്കൂളിൽ ഒക്കെ പോകുന്ന സമയത്ത്, റിച്ചാർഡ് പൂനെയിൽ പഠിക്കുന്ന സമയമാണ്, പപ്പ നാട്ടിലില്ലാത്ത സമയമാണ്. അപ്പം ഞാനും റയനും റോജറും റയനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളാണ്. ആ സമയത്ത് ഞങ്ങൾ 3 ആളും കൂടി, ഞങ്ങൾക്ക് ഇങ്ങനെ പുറത്തേക്ക് പോകാനോ കുറേ ദൂരെ ഒറ്റയ്ക്ക് പോകാനോ അങ്ങനെയൊന്നും പറ്റൂല. പപ്പക്കാണെങ്കിൽ അങ്ങനെയൊന്നും ഇഷ്ടമല്ല. അപ്പം നമ്മൾ ഒരു ചെറിയൊരു എൻജോയ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇതുപോലെ പകൽ സമയത്ത് കേട്ടോ, വൈകുന്നേരം നേരങ്ങളിൽ ഞങ്ങൾ വീട്ടിൽ നിന്ന് നടന്ന് ഇങ്ങോട്ട് പോരും, ഞാനും റോജറും റയനും കൂടി. അതൊക്കെ ഞാൻ എപ്പോഴും ഓർക്കട്ടെ, നല്ല രസമാണ് അതൊക്കെ. അങ്ങനെ നടന്ന് പോരുന്നത്, അന്ന് റൂബിയൊന്നുമില്ലല്ലോ, നടന്ന് പോരും. നടന്ന് പോന്നിട്ട് ഞങ്ങൾ കയറുന്ന
വന്നത് ദേശിക്കുപ്പയിലേക്കാണ്. ഈ ദേശിക്കുപ്പയിൽ ഐസ്ക്രീമുകൾ, ഈ ഒരുപാട് ഇങ്ങനെ തണുപ്പുള്ള സാധനങ്ങൾ, പിന്നെ ഇപ്പോഴായിട്ട് അവിടെ മോമോസൊക്കെ ഉണ്ട് കേട്ടോ. അന്നൊന്നും അങ്ങനെ സ്നാക്സ് ഒന്നുമില്ല, എല്ലാം തണുപ്പുള്ള ഐറ്റംസാണ് ഉള്ളത്. ഇപ്പോൾ അവിടെ സ്നാക്സ് നല്ല ഇത് കട്ട്ലറ്റ്, മോമോസ്, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അന്നൊക്കെ എല്ലാം തണുത്ത സാധനങ്ങൾ. അപ്പം ഞങ്ങൾ അവിടെ കയറിയിട്ട് എപ്പോഴും കഴിക്കുന്നതാണ് ഡെത്ത് ബൈ ചോക്ലേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അന്നത് പണ്ട് കഴിക്കുമ്പോഴത്തേക്കും 90 രൂപ എന്തോ ആയിരുന്നു അതിൻ്റെ വില. അത് ഞങ്ങൾ 3 ആളും കഴിക്കും. പിന്നെ റയനും റോജറും ഒക്കെ ഓരോ ഷെയ്ക്കും ഒക്കെ കഴിക്കും. അതൊന്നും എനിക്ക് പറ്റൂല, 2 കഴിച്ച് ഞാൻ ഛർദ്ദിക്കും അവിടെ. അപ്പോൾ അവർ കുട്ടികളല്ല, അവർക്ക് ഒരു ഷെയ്ക്കും ഒക്കെ ആയിട്ട് അങ്ങനെ കഴിച്ചിട്ട് വീണ്ടും ഞങ്ങൾ നടന്ന് തിരിച്ച് വീട്ടിൽ വരും. ഇതായിരുന്നു ഞങ്ങളുടെ ആകെയുള്ള എൻജോയ്മെൻറ്റ്. പുറത്തേക്ക് പോകുന്നത് ഇങ്ങനെ മാത്രമായിരുന്നു. പിന്നെ പപ്പ വരാൻ കാത്തു നിൽക്കണം, നമ്മൾ എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ. പപ്പ വരുമ്പോഴത്തേക്ക് എവിടെയെങ്കിലും പോയാലും ഒരു സാധനങ്ങളും മേടിപ്പിക്കില്ല, വിൻഡോ ഷോപ്പിംഗ് മാത്രമായിരിക്കും. ഒരു ഗ്ലാസ് വെള്ളം പോലും ഒരു സ്ഥലത്ത് നിന്ന് മേടിച്ച് തരില്ല. കാരണം വീട്ടിൽ ചെന്നിട്ട് കഴിച്ചാൽ മതി, അല്ലെന്നുണ്ടെങ്കിൽ ഇത് വയറിന് അസുഖം വരും എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് പറഞ്ഞ് ഒന്നും മേടിച്ചും തരില്ല. വെറുതെ ഇങ്ങനെ കാഴ്ച കാണിച്ചിട്ട് നേരെ വീട്ടിൽ കൊണ്ടുവന്നാക്കോട്ടെ. എപ്പോഴും അങ്ങനെയാണ് പപ്പ. അപ്പം അതിൻ്റെയൊക്കെ ക്ഷീണം തീർക്കാനാണ് റിച്ചാർഡ് ഇങ്ങനെ ഇഷ്ടം പോലെ ഫുഡ് ഇങ്ങനെ മേടിച്ച് കഴിക്കുന്നതും മേടിച്ച് ഞങ്ങൾക്ക് തരുന്നത്. കാരണം ചെറുപ്പത്തിൽ ഒരിക്കലും ഇങ്ങനെ എൻജോയ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. പപ്പ ഇല്ലാത്ത സമയത്ത് ഞങ്ങളിതുപോലെ ഈ പറഞ്ഞ പോലെ ദേശിക്കുപ്പയിലൊക്കെ പോകുക, അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും സ്നാക്സ് KFC ഒക്കെ വീട്ടിൽ വരുത്തി കഴിക്കുക, അങ്ങനത്തെ പരിപാടികൾ ചെയ്യും. പക്ഷേ പപ്പ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ പുറത്തുള്ള ഫുഡും ഇല്ല, ഒന്നുമില്ല. നമ്മളെ ഇങ്ങനെ ഈ വിൻഡോ ഷോപ്പിങ്ങും അതുപോലെ വെറുതെ ഒന്ന് സ്ഥലം കാണിച്ചിട്ട് കൊണ്ടുവരും, ഇങ്ങനത്തെ കാര്യങ്ങളാണ് പപ്പ മെയിനായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് വെച്ചാൽ. അപ്പോൾ ആ ഒരു സങ്കടമൊക്കെ റിച്ചാർഡിനുണ്ട്. റിച്ചാർഡിന് ചെറുപ്പത്തിൽ ആഗ്രഹിച്ച ഇതുപോലെ നടന്നിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കണം, അങ്ങനെയൊക്കെയുള്ള ആഗ്രഹങ്ങൾ അതൊന്നും നടന്നിട്ടില്ലെന്ന് അവൻ പറയാറുണ്ട്. പക്ഷേ ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും അത് നല്ലതല്ലേ, പുറത്തുനിന്നുള്ള ഫുഡ് കഴിക്കാതിരിക്കുന്നത് തന്നെ അല്ലേ ആരോഗ്യത്തിന് നല്ലത് എന്നൊക്കെ കേൾക്കുന്നവർക്ക് തോന്നും. അത് സത്യമാണ്, തോന്നലല്ല, സത്യമാണ്. പക്ഷേ നമ്മളുടെ മനസ്സിലൊരു സന്തോഷം അല്ലെന്നുണ്ടെങ്കിൽ ഒരു എൻജോയ്മെൻറ്റ് ജീവിതമല്ലേ. അപ്പം അങ്ങനെയുള്ള കുറേ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഹെൽത്ത് നോക്കി ഇരിക്കൂലല്ലോ, അതാണ് ഈ സംഭവം. അപ്പോൾ ഇതിപ്പോൾ റിച്ചാർഡ് ഭയങ്കരമായിട്ട് ഓവറായിട്ട് മേടിക്കുന്ന ആളാണ് കേട്ടോ. അപ്പം അങ്ങനെ വേണ്ട, അത്യാവശ്യത്തിന് മതി. എങ്കിലും റിച്ചാർഡിൻ്റെ ആ ഒരു അങ്ങനെയൊന്നും നടക്കാൻ പറ്റാത്ത സങ്കടം കൊണ്ട് തീർക്കുക ആൾ, അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് ഈ കാണുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ ഏറ്റവും അവസാനത്തെ കുലുക്കി സർബത്തും മേടിച്ചിട്ട് നടക്കണേണ് കേട്ടോ. ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ല, ഇതും കുടിച്ച് അവിടെ എത്തുമ്പോൾ കാറിൻ്റെ അവിടെ ചെന്നിട്ട് കയറി പോരാ. കാർ വർക്ക് ചെയ്തേക്കണ ഇത്തിരി ദൂരത്താണ്. അപ്പോൾ അവിടെ പോകുന്ന എത്തുന്ന അവിടെ കൊണ്ട് ഇത് തീരുമെന്ന് പറഞ്ഞിട്ട് ഞാൻ പിടിച്ചു വലിച്ച് കൊണ്ടുപോകുന്നതാണ്. കാരണം അത്രയും നേരമായിട്ടുണ്ട്. കടൽ നല്ല അടിയാണ് കേട്ടോ. അപ്പോൾ നേരത്തെ എന്താണ് കള്ളക്കടലെന്ന് എന്താ പറഞ്ഞൊരു പ്രതിഭാസമൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് ഇവിടെ യെല്ലോ അലർട്ടൊക്കെ ആയിരുന്നു. പക്ഷേ വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ആ സമയത്തും ഞാനും റിച്ചാർഡും കൂടി ഇവിടെ വന്നത് നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഞങ്ങൾ കാറ് പാർക്ക് ചെയ്തിട്ട സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇതിൽ കൂടി പോകണേന് കേട്ടോ. ഇതിൻ്റെ മുകളിൽ കൂടി കയറിയിട്ട് അവിടെ സൈഡിൽ വഴിയുണ്ട്, അതിൽ കൂടി ഇറങ്ങി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ റോഡിലെത്താം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നിന്ന ബീച്ചിൻ്റെ ആ സൈഡ് വഴി കൂടി പോയാലും എത്തും. അപ്പോൾ ബീച്ചും ഈ സ്ഥലമൊക്കെ ഒന്ന് കണ്ട് നടന്നു പോകാമെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ അങ്ങോട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ റയനെയാണ് മിസ് ചെയ്യണത് കേട്ടോ. റയൻ നേരത്തെ ഇവിടെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ റൂബിനെ കൊണ്ട് പോകുമായിരുന്നു. എന്നിട്ട് ഇവിടെ എവിടെയെങ്കിലും ആ ഒരു മരത്തിൻ്റെ ചുറ്റും കെട്ടിയേക്കണ ഇല്ലേ, അതിൽ കയറി ഇരിക്കും റൂബിനെയും കൊണ്ട്. അപ്പോഴായിരിക്കുള്ളൂ വേറെ വേറെ പല ഡോഗുകളെയും കൊണ്ട് ആളുകൾ ഇങ്ങനെ പോകണ കാണുമ്പോൾ റൂബിനെ ഞങ്ങൾ തല തിരിച്ച് പിടിക്കും. റൂബി അത് കണ്ടുപോയിട്ടുണ്ടെങ്കിൽ കിടന്ന് കുറച്ച് ചാടും. അതുകൊണ്ട് ഇങ്ങനെ പേടിയാണ് ഞങ്ങൾക്ക്. അപ്പോൾ തലയൊക്കെ തിരിച്ച് പിടിച്ച് അവരെ കാണിക്കാതെയൊക്കെ അങ്ങനെ ഇരുത്തും. അപ്പോൾ റയനാണ് അതിനൊക്കെ മിടുക്കുന്നത് കേട്ടോ. റയൻ അതൊക്കെ ചെയ്യും, എല്ലാം നോക്കിക്കോളും. അപ്പോൾ അങ്ങനെ അതൊക്കെ ഓർത്ത് ഇനിയിപ്പോൾ റയൻ വന്നു കഴിയുമ്പോഴത്തേക്കും എല്ലാവരും കൂടിയിട്ടൊക്കെ ഒന്ന് ബീച്ചിലൊക്കെ പോകണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ ഇത് ഇത്രയും സമയമായിട്ടുണ്ട്. വീട്ടിലെത്തി ബാക്കിയുള്ള ഫുഡുകൾ ഫ്രിഡ്ജിൽ കയറി കഴിഞ്ഞാൽ പിന്നെ മാറിക്കിടക്കാൻ വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ വഴി നീളെ സ്ട്രേ ഡോഗ്സ് ആണ് കേട്ടോ, ഒത്തിരി ഉണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ വഴിയിലും എവിടെ നോക്കിയാലും സ്ട്രേ ഡോഗ്സ് ആണ് കേട്ടോ. അവരെ കാണുമ്പോൾ വിഷമമാണ്, പക്ഷേ എല്ലാവരെയും നമുക്ക് സംരക്ഷിക്കാനൊന്നും പറ്റൂല, അത്രയും ആയിപ്പോയി. എല്ലാ വഴികളിലും സ്ട്രേ ഡോഗ്സ്. അപ്പം ഞാൻ പറഞ്ഞല്ല, നമ്മളുടെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വോക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ. എങ്കിലും നമ്മൾ കാറിൽ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് എത്തുമല്ല. റൂബി നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കണല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കാറിൽ വരുന്നത്. എന്നുണ്ടെങ്കിൽ നടന്ന് പണ്ടൊക്കെ ഞാനും പപ്പയും ഈ കുട്ടികൾ ചെറുതാകുന്ന സമയത്ത് ഞങ്ങൾ എല്ലാവരും കൂടി നടന്ന് പോവുകയും ചെയ്യണത് കേട്ടോ. നല്ല രസമായിരുന്നു പണ്ടൊക്കെ.
ഇപ്പം നമ്മൾക്ക് റൂബിയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളങ്ങനെ ടൈം വേസ്റ്റ് ചെയ്യില്ല, എത്രയും പെട്ടെന്ന് അങ്ങോട്ട് പോയി. ഇപ്പോൾ ദേ സൈഡിൽ കാണുന്നത് ഡേവിഡ് ഹോളാണ് കേട്ടോ. അതിൻ്റെ തൊട്ടപ്പുറത്താണ് പാരഗൺ റെസ്റ്റോറൻറ്റ്. അവിടെയും നമ്മൾ നേരത്തെ പോയിട്ടുള്ള വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, എനിക്ക് റോജർ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് അവിടെ. അതെ, അത് തന്നെ പാരഗൺ ലെഫ്റ്റ് സൈഡിൽ. അപ്പോൾ അവിടെ ആ വീഡിയോ ഒക്കെ നമ്മൾ നേരത്തെ ക്രിസ്മസ് ടൈമിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ റോജറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ, നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഇഷ്ടമുള്ള വഴികളിലൂടെ വെറുതെ ചുറ്റിക്കറക്കിയിട്ടേ വീട്ടിലെത്തിക്കുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വീട്ടിലെത്തും. പക്ഷേ അവനറിയാം എനിക്കിഷ്ടപ്പെട്ട വീടുകൾ, വഴികൾ, ഇതൊക്കെ അവനറിയാം. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ ഇട്ടുതരും. അത് റയനും അങ്ങനെ തന്നെയാണ്, ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ ഇട്ടുതന്ന് വളരെ ഹാപ്പി ആയിട്ടായിരിക്കുള്ളൂ എന്നെ വീട്ടിൽ കൊണ്ട് എത്തിക്കുന്നത്. അത് ഭയങ്കര ഒരു ഫീലാണ് കേട്ടോ. പക്ഷേ പപ്പയുടെ കൂടെ പോയാൽ നേരെ തിരിച്ചാണ്. പപ്പ പെട്രോൾ ചിലവ്, ഫ്യൂവൽ കൺസംഷനാണ് പപ്പ മെയിനായിട്ട് ശ്രദ്ധിക്കുന്നത്. അത് കുറഞ്ഞിട്ടുള്ള വഴികളിലൂടെ എത്രയും പെട്ടെന്ന് വീട്ടിലെത്തിക്കുക എന്നുള്ള. അപ്പോൾ ചിലപ്പോൾ ഇടവഴി കയറിയിട്ടൊക്കെ പുള്ളി വരും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസം കുട്ടികളും പപ്പയും തമ്മിലുണ്ട്. അപ്പോൾ വീട്ടിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഭയങ്കര മൂഡ് ഓഫ് ആയിട്ടായിരിക്കുള്ളൂ എത്തണം. ഇതങ്ങനെയല്ല, നമ്മളുടെ മനസ്സിൽ ഭയങ്കര ഒരു ഹാപ്പിയാണ് ഈ വഴിയൊക്കെ. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല, അത് തന്നെയാണ് എനിക്കും. അപ്പോൾ രാത്രിയാണെങ്കിൽ തന്നെ എല്ലായിടത്തും ഇങ്ങനെ ടൂറിസ്റ്റുകളുള്ളതുകൊണ്ട് തന്നെ ലൈറ്റൊക്കെ കത്തിച്ച് നല്ല അടിപൊളിയായിട്ട് ഇട്ടേക്കണേ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഇവരെനിക്ക് ഒരു സിനിമ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു, പ്രേമലു. അപ്പോൾ കമൻറ്റ് ബോക്സിൽ 1-2 കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, പ്രേമലു കാണണേ സ്വപ്ന എന്ന് പറഞ്ഞിട്ട്. പിന്നെ ആണെങ്കിൽ ശ്രീദേവി ആണെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞു പ്രേമലു കാണണേ, നല്ല മൂവിയാണെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പ്രേമലു ഇട്ട് തരാൻ പറഞ്ഞത്. കുറേ ദിവസമായിട്ട് പറയാനുണ്ടായിരുന്നു, പക്ഷേ റിച്ചാർഡ് പറഞ്ഞ് അത് ഒരു സുഖമില്ല മമ്മി, ആ മൂവി കണ്ടിട്ട് ടൈം വേസ്റ്റ് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. സംഭവം സത്യത്തിൽ അങ്ങനെ തന്നെ ആയിരുന്നു, എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല മൂവി. എങ്കിലും ദേ മോളിൽ വന്നിരുന്നിട്ട് ഞങ്ങൾ 3 ആളും കൂടി കണ്ട് അങ്ങനെ 1 മണിയായപ്പോഴാണ് കിടന്നത്. അപ്പോൾ പിള്ളേരിത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞെങ്കിൽ അവരെനിക്ക് വേണ്ടിയിട്ട് 1 മണി വരെ അവിടെ എൻ്റെ കൂടെ ഇരുന്നു. അപ്പോൾ എനിക്കും തീരെ ഇഷ്ടപ്പെട്ടില്ല, എന്തോ ഞങ്ങളുടെ ടേസ്റ്റ് ആയിരുന്നില്ല ആ ഒരു സിനിമ. അതുപോലെ തന്നെ വർഷങ്ങൾക്ക് ശേഷം കാണാൻ പോയപ്പോഴും അതും ഞങ്ങളുടെ ഒരു ടേസ്റ്റ് ആയിരുന്നില്ല. അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി എന്ന് വേണം സത്യത്തിൽ പറയാനായിട്ട്. അപ്പോൾ അതേ ഈ പാൻസ് എല്ലാം ഞാനിപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ട്, ഈ ലേസ് താഴെ നിൽക്കുന്നത് പാൻറ്റ്. ചില ഫ്രോക്കുകളൊക്കെ ഇടുമ്പോഴത്തേക്കും ഇതിടുമ്പോൾ അത് നല്ല ഭംഗിയായിട്ട് തോന്നി എനിക്ക്. ഈ ലേസ് താഴെ നിൽക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നി. 388 ആണ് ഇതിൻ്റെ വില പറഞ്ഞത് കേട്ടോ, നല്ലൊരു മെറ്റീരിയലൊക്കെ. പിന്നെ ഞാൻ കോംബോയിലെടുത്ത 2 ലെഗിങ്സ് 3/4 ഭാഗമുള്ളതാണ് കേട്ടോ, 3/4 ലെഗിങ്സാണ്. ഇതും ഈ നമ്മുടെ ഫ്രോക്കിൻ്റെ ഉള്ളിലൊക്കെ ഇടാൻ പറ്റിയ. അപ്പം ഞാൻ റെഡ് ആൻഡ് ബ്ലാക്ക് കോംബോയാണ് പറഞ്ഞു വെച്ചത്, പക്ഷേ വന്നത് ഗ്രീനാണ്. നേരത്തെ ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോംബോ ഇതിൻ്റെ എടുത്തിട്ടുണ്ടായിരുന്നു, അത് നല്ലതായിരുന്നു, ഒരുപാട് നാളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഇത് എടുത്തത്. അപ്പോൾ 3X ആണ് ഞാൻ 3XL ഞാൻ എടുത്തേക്കണത്. ഇതിൻ്റെ വില 468 രൂപ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്